6ാം ക്ലാസ് വെച്ചാണ് ഞാൻ കഞ്ചാവും മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ച് തുടങ്ങുന്നത്. എനിക്ക് ഒരു സമാധാനവും സ്വസ്ഥത ഒന്നും ഇല്ലായിരുന്നു. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മദ്യപിച്ച് ക്ലാസ്സിൽ ചെന്ന് സ്കൂളിൽ നിന്ന് തന്നെ പറഞ്ഞു വിടുമായിരുന്നു. 6ാം ക്ലാസ് തൊട്ടേ ഈ വെള്ളം അടിക്കുമായിരുന്നു, സിഗരറ്റ് വലിക്കുമായിരുന്നു, കഞ്ചാവ് അടിക്കുക. കുറേ പ്രാവശ്യം എന്നോട് ടീച്ചർ വിളിച്ച് പറഞ്ഞ് ചേട്ടൻ ഇങ്ങനെ സിഗരറ്റ് വലിച്ചൊക്കെ നടക്കുവാണ്, അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഈ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അമ്മ ആത്മഹത്യ വരെ ഇതിൻ്റെ വക്ക് വരെ എത്തിയതാണ് ചേട്ടനെ കൊണ്ട്. എന്നെ ഒരു ദിവസം കളിക്കാൻ കൊണ്ടുപോയിട്ട് സ്കൂളിൽ കൊണ്ടുപോയതാണ്. സ്കൂളിൽ പോയപ്പോൾ അതുവഴി കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി വെള്ളം അടിച്ച് സിഗരറ്റൊക്കെ വലിച്ചു. എന്നിട്ട് രാത്രിയിലാണ് വന്നത്. 5 പ്രാവശ്യം ഇതിൻ്റെ ഇടയ്ക്ക് പോലീസ് വിളിച്ചിട്ടുണ്ട്. 6ാമത്തെ പ്രാവശ്യം പോലീസ് എന്നെ പിടിച്ച് കഞ്ചാവും മദ്യമായിട്ട് പിടിച്ചു. അന്ന് ഞാൻ ജൂനിയർ ഹോമിൽ 1.5 മാസം കിടന്നു. അപ്പം ജൂനിയർ ഹോമിൽ കിടന്ന് അമ്മയെ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞ് ഇറക്കാൻ പറ്റത്തില്ല, എനിക്ക് വേണ്ടെന്നായിരുന്നു പറഞ്ഞു. വിദേശ മദ്യമായിട്ട് പോലീസ് പിടിച്ചപ്പോഴാണ് ജൂനിയർ ഹോമിൽ ഞങ്ങൾക്ക് വേണ്ടെന്ന് തന്നെ പറഞ്ഞു, തള്ളിക്കളഞ്ഞായിരുന്നു. എൻ്റെ അച്ഛൻ അരിപ്പാട് ഓട്ടം പോയപ്പോഴത്തേക്കും സ്വർഗീയ വിരുന്നിൻ്റെ ഒരു സഭ ഉണ്ട്, ആരാധന നടക്കുമായിരുന്നു അവിടെ. അപ്പോൾ അച്ഛൻ ഇന്നണക്ക് അവിടെ കയറി ചെന്നു എൻ്റെ കാര്യം പറഞ്ഞു കൊടുത്ത സുസൂനോട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവിടെ പ്രാർത്ഥിച്ചപ്പോൾ അവർ പറഞ്ഞു ഇറക്കണമെന്ന് പറഞ്ഞു എന്നെ. അപ്പം അവർ തിരിച്ച് വിളിക്കുമെന്ന് പറഞ്ഞു, മോൻ വിളിക്കുമെന്ന് പറഞ്ഞു. അതിന് പിറ്റേ ദിവസം ഞാൻ തിരിച്ച് ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞു, അമ്മ എനിക്ക് വീട്ടിൽ വരണം, എനിക്ക് ഒന്നും ചെയ്യേണ്ട, എനിക്ക് വീട്ടിൽ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. വീട്ടിൽ ഇരുന്ന് അവരിറക്കാൻ വന്ന് ഇറക്കി വീട്ടിൽ വന്ന് സഭയിൽ വരാൻ തുടങ്ങിയപ്പോഴും എനിക്ക് ഈ സ്വഭാവം ഒന്നും മാറ്റാൻ പറ്റിയില്ല. മദ്യപാനവും രാത്രി ഇറങ്ങിപ്പോക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ യൂത്ത് മീറ്റിങ്ങിന് കടന്നുപോയി. യൂത്ത് മീറ്റിംഗ് കടന്നു പോയപ്പം അവിടെ ചെന്നപ്പോൾ എനിക്ക് സന്തോഷവും എന്താണെന്നറിയത്തില്ല, ഭയങ്കര സന്തോഷവും ഇതൊക്കെയായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എൻ്റെ മേത്തൂടെ എന്തോ ഒരു ഇത് ഇറങ്ങി പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്ത് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ എനിക്ക് നിൽക്കാം. ഈ അന്യഭാഷ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ അന്യഭാഷ പറഞ്ഞ് വീട്ടിൽ എത്തിയപ്പോഴത്തേക്കും എനിക്ക് ഒന്നും ഈ കഞ്ചാവ് ഇതിൻ്റെ കാര്യം ഞാൻ മറന്നുപോയി. എനിക്ക് കഞ്ചാവിൻ്റെ മയക്കുമരുന്നിൻ്റെ ഒന്നും ഇതിൽ ആവശ്യം വന്നിട്ടില്ല. ഇപ്പം ഈ ക്യാമ്പിന് പോയി കഴിഞ്ഞപ്പോൾ കൂട്ടുകാരെ ഒന്നും വിളിക്കത്തില്ല. കൂട്ടുകാർ വിളിച്ചു കഴിഞ്ഞാൽ വരത്തില്ല എന്നാണ് പറയുന്നത്. അതുപോലെ രാത്രി സഞ്ചാരം ഉണ്ടായിരുന്നു, അത് നിർത്തിക്കളഞ്ഞു. അതൊന്നുമില്ല. ഇപ്പം മുമ്പ് രാത്രി അവിടെ ആരാധനയും കഴിഞ്ഞ് അവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പിറ്റേ ദിവസം രാവിലെ 10 മണി കഴിഞ്ഞൊക്കെയായിരുന്നു. ഇപ്പോൾ റോഡിലോട്ടേ പോകത്തില്ല. അത് തന്നെ വലിയൊരു മാറ്റമാണ്. അതുപോലെ ജുവനൈൽ ഹോമിൽ ചെന്നപ്പോഴത്തേക്ക് അവരോട് എനിക്ക് സമാധാനം കിട്ടിയ MBBS പോയിട്ടുണ്ട്. എൻ്റെ കൂടെ നടക്കാനൊക്കെ നാണക്കേടായിരുന്നു. അനിയത്തിയാന്ന് പറയാൻ നാണക്കേടായിരുന്നു. എൻ്റെ കൂടെ നടക്കത്തില്ല, എവിടെ പോയാലും എൻ്റെയും കൂടെ വരത്തില്ല, അമ്മയുടെയും കൂടെ വരത്തില്ല. ഇപ്പം എൻ്റെ കൂടെ എവിടെ വേണേലും വരും, കടയിലൊക്കെ വരും, കൂടെയൊക്കെ നടക്കും, സംസാരിക്കുകയൊക്കെ ചെയ്യും. അനിയത്തിയാന്ന് ഇപ്പം എല്ലാവരോടും പറഞ്ഞുകൊണ്ടൊക്കെ നടക്കുന്നത്. ഇപ്പം ബൈബിള് വായന, പാട്ട് പഠിക്കൽ, ഇതൊക്കെയാണ് ഇപ്പോൾ അവൻ്റെ പരിപാടി. ഈ ക്യാമ്പിന് വന്ന ശേഷം എനിക്ക് എൻ്റെ കർത്താവിൻ്റെ ഉള്ളിൽ പറഞ്ഞ് നീ പഠിക്കണമെന്നാണ് പറഞ്ഞത്. എനിക്കിപ്പോൾ പഠിക്കണം, എനിക്ക് നല്ല ഉന്നതങ്ങളിലെത്തണം. അതുപോലെ തന്നെ എനിക്ക് യേശുവിൻ്റെ വേല ചെയ്ത് പഠിക്കാനാണ് എനിക്കിഷ്ടം. TNTയുടെ മീറ്റിങ്ങിന് ശേഷം ഞങ്ങൾക്ക് ഭയങ്കര സമാധാനമാണ് വീട്ടിൽ. ക്യാമ്പിന് ശേഷം എനിക്ക് കഞ്ചാവും മദ്യവും എനിക്കൊന്നും വേണ്ട. അതിനേലും വലിയ ലഹരി എനിക്ക് കോലഞ്ചേരി ചെന്നപ്പോൾ കിട്ടി.